പരിപാടി സമയബന്ധിതമായി തീർക്കേണ്ടതുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. വ്യക്തിപരമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് കോഴിക്കോട് മിഠായി തെരുവിനെക്കുറിച്ചുള്ള ഈ ചർച്ച അല്ലെങ്കിൽ ഓർമ്മകളുടെ അയവിറക്കൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ നഗരം എന്നുള്ള നിലയ്ക്ക് ചെറിയ പ്രായത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായി ഈ കോളേജിൽ എത്തിപ്പെട്ടത് മുതൽ 15ാമത്തെ വയസ്സിൽ എത്തിപ്പെട്ടത് മുതൽ ഈ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുകയും എൻ്റെ പട്ടണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു നാടിനെക്കുറിച്ച് സംസാരിക്കാനും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുക എന്നുള്ളതും ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. കോഴിക്കോടിനെക്കുറിച്ച് പറയുന്ന സമയത്ത്, കോഴിക്കോടിൻ്റെ ആതിഥ്യ മര്യാദകളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് ഞാൻ വി ടി കുമാരൻ മാസ്റ്ററുടെ ഒരു കവിതയാണ്. അതായത് ഈ നദീതീരത്ത് നിന്നും ഒരു ചെറിയ കുഞ്ഞിനെ, അനാഥ ബാലികയെ കിട്ടുന്ന സമയത്ത് കണ്വൻ ആ കുട്ടിയെ കയ്യിലെടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് കുമാരൻ മാസ്റ്ററുടെ വരിയാണ്, ആരാണ് എന്താണ് എന്നറിഞ്ഞുകൂടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ കണ്വൻ പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നു, ആരുടേതെന്നൊരു ചിന്ത സ്നേഹൈക സാരമാം ഹൃത്തിൽ പതിയുന്നതെങ്ങനെ എന്നുള്ളത്. ആരുടേതെന്നൊരു ചിന്ത, ആരുടെ കുട്ടിയാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ആരുടേതാണെന്ന് ആയാലും ആരുടേതല്ലെങ്കിലും എന്താണ് സ്നേഹൈക സാരമാം ഹൃത്തിൽ പതിയുന്നതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കയ്യിലെടുത്ത കണ്വനെ പോലെയുള്ള ഒരു നഗരമാണ് കോഴിക്കോട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോഴിക്കോട് വന്ന ആളുകൾ ആരും തന്നെ തിരിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭൗതികമായി ശാരീരികമായി പല കാരണങ്ങളാൽ അവർ തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും കോഴിക്കോടിനെക്കുറിച്ചുള്ള നിരവധി ഓർമ്മ പുസ്തകങ്ങൾ, ഒരു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തെക്കുറിച്ച് അത്രയേറെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വീണ്ടും മനസ്സുകൊണ്ടെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണമാണ് കോഴിക്കോട്. ഒരു പക്ഷേ നമ്മൾക്കത് മനസ്സിലാവില്ല, അത് പുറമേ നിന്ന് വന്ന ആളുകൾക്കായിരിക്കാം. നമ്മൾ അതിനകത്ത് ഒരു വെള്ളത്തിൽ കളിക്കുന്ന, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മീനിന് ജലത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ കോഴിക്കോട്ട് നിൽക്കുന്ന ഒരാൾക്ക്, കോഴിക്കോട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കോഴിക്കോടിൻ്റെ സവിശേഷതകളെ പെട്ടെന്ന് ഒരു പക്ഷേ മനസ്സിലാവാൻ കഴിയില്ല. എങ്കിൽ തന്നെ അത് പുറമേയുള്ള ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഈ ചർച്ച മുട്ടായിത്തെരുവിനെ, കോഴിക്കോടിനെ സംബന്ധിക്കുന്ന വലിയൊരു മറ്റൊരു ചർച്ച നാളെ നടക്കാനിരിക്കുന്നു. മുട്ടായിത്തെരുവ് എന്ന് പറയുന്ന കോഴിക്കോടിൻ്റെ കേന്ദ്രബിന്ദുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ അവതാരക അല്ലെങ്കിൽ ഈ ഇതിൽ സംസാരിക്കുന്ന ആളുകളെ ഹ്രസ്വമായി നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നു. എന്തായാലും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും അതോടൊപ്പം തന്നെ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കോഴിക്കോട് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാനൊരു ഹഫീസ് മുഹമ്മദ് സാറിനോട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹാർമോണിയം എന്ന് പറയുന്ന നോവല് വളരെ വർഷങ്ങൾക്ക് ശേഷം, സാധാരണഗതിയിൽ ഞാൻ നോവലുകൾ ഏതെങ്കിലും വാരികകളിൽ വരുമ്പം കഥകൾ വായിക്കാൻ നമ്മൾ മടിക്കും, കാരണം അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ. അപ്പോൾ അത്തരത്തിൽ 2 കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ആവേശപൂർവ്വം നിരന്തരമായി വായിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. രണ്ടാമത് ഞാൻ ഹാർമോണിയം, ബാബുരാജിനോടുള്ള നമ്മൾക്കുള്ള ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ അടുപ്പം, അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും സാറിന് ഒക്കെ ഉള്ള ആണ്. അപ്പോൾ ആ നോവലാണ് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നോവൽ. അതിൽ കോഴിക്കോടിൻ്റെ ചരിത്രം സംഗീതത്തിലൂടെ അതിൻ്റെ സകല ഭാവത്തോടും കൂടി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ചന്ദ്രശേഖരൻ തിക്കോടി സാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നാടകത്തിൻ്റെ മേഖലകളിലൂടെ, നോവലിൻ്റെ മേഖലകളിലൂടെ അദ്ദേഹം വളരെ സജീവമായി പുരോഗമന സാഹിത്യ സംഘങ്ങളുമായൊക്കെ തന്നെ പ്രവർത്തിക്കുകയും കോഴിക്കോടൻ നാടക ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ചന്ദ്രശേഖരൻ സാർ. അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ രുചിയെ
ശങ്കരൻ ബേക്കറി എന്ന് പറയുന്ന ഒരു പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾക്ക് എത്രത്തോളം പരിചയമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോഴിക്കോട്ട് വന്നിറങ്ങുന്ന ആളുകളെല്ലാം തന്നെ മുട്ടായിത്തെരുവിലൂടെ, മനാഞ്ചിറയിൽ നിന്നും മുട്ടായിത്തെരുവിലൂടെ സഞ്ചരിച്ച് അങ്ങ് അവസാനത്തെ അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ട് ശങ്കരൻ ബേക്കറിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പലഹാരവും വാങ്ങി പോകുന്ന ഒരു ഈ അടുത്ത കാലം വരെ, അത് ഇപ്പോഴത്തെ പുതിയ കാലത്തിൽ പല മാറ്റങ്ങളും, പുതിയ പുതിയ ബേക്കറികളൊക്കെ ഇവിടെ വരികയും അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വസ്തു ശങ്കരൻ ബേക്കറിയിൽ നിന്ന് എത്തുന്ന ഒരു കാലത്തെ ഞാൻ ഓർക്കുന്നു. എന്തായാലും മുട്ടായിത്തെരുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് നമ്മുടെ ചർച്ച. ഹഫീസ് മുഹമ്മദ് സാറ് ആ ചർച്ച തുടങ്ങി വെക്കും എന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നഗരം ജീവിതത്തിലും സാഹിത്യത്തിലും ഒരു പ്രധാന കേന്ദ്രമായി തീരുക എന്നുള്ളത് നാം ലോക സാഹിത്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് മിഠായിത്തെരു സാഹിത്യത്തിൽ സജീവമായി കൊണ്ടുവരുന്നത് എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ ആ തെരുവിലുണ്ടായിരുന്ന ആളുകളെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. കഥാപാത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. കുറുപ്പേട്ടൻ്റെ നേതൃത്വത്തിൽ, കുറുപ്പേട്ടനിലൂടെയാണ് നഗരം കാണുന്നത്. അത് എസ്.കെ. തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നീലാടനുണ്ട്, ഐഷ ഉണ്ട്, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന തമിഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഒക്കെയുണ്ട്. 1920കളിൽ സജീവമായി മിഠായിത്തെരുവുണ്ട്. എന്നാൽ 10-ാം നൂറ്റാണ്ടിൽ മിഠായിത്തെരു ഇല്ല. കോഴിക്കോട് നഗരം തന്നെ ഉണ്ടാകുന്നത്, തുറമുഖ നഗരം ഉണ്ടാകുന്നത് 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. തളിയിൽ അരിയിട്ട് വാഴ്ച തുടങ്ങിയ സാമൂതിരി രാജവംശം കോഴിക്കോടിൻ്റെ തീരപ്രദേശത്തെ ഒരു തുറമുഖമാക്കി മാറ്റുവാനുള്ള എല്ലാ സാധ്യതകളും കണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ലോകമറിയുന്ന മലബാറിലെ കലിക്കൂത്ത് ആക്കി മാറ്റുന്നത്. സാമൂതിരി രാജാവിൻ്റെ ആസ്ഥാനം മിഠായിത്തെരുവിലായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ കോവിലകം അന്നത്തെ ശില്പചാതുരി ഓല കൊണ്ടുമൊക്കെയും മെടഞ്ഞെടുക്കുന്നതായിരുന്നു. വാസ്കോഡ ഗാമ കപ്പലിറങ്ങി വന്ന് രാജാവിനെ കാണുന്നത് മിഠായിത്തെരുവിനോട് ചേർന്നിട്ടുള്ള മാനാഞ്ചിറ, പിന്നെ മുതലക്കുളം തുടങ്ങിയിരിക്കുന്ന പാളയം, ചാലപ്പുറം തുടങ്ങിയിരിക്കുന്ന കേന്ദ്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോവിലകത്താണ്, രാജകൊട്ടാരത്തിലാണ് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അത് പോർച്ചുഗീസ് എഴുത്തുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അത് തീപ്പെട്ടു പോവുകയും അവിടെ ഒരു നഗരമുണ്ടായിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. മിഠായിത്തെരു 14-ാം നൂറ്റാണ്ടിൽ മിഠായിത്തെരുവിൻ്റെ അംശങ്ങളെ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ബ്രിട്ടീഷുകാർ വരുന്നതോടുകൂടിയാണ് മിഠായിത്തെരു ഒരു തെരുവായി മാറുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. സ്വീറ്റ് മീറ്റ് റോഡ് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് സാഹിബുമാർ. ഇറച്ചി കഷ്ണങ്ങൾ മധുരമുള്ളത് വിൽക്കാൻ കിട്ടുന്ന കേന്ദ്രം എന്നുള്ളതിൽ നിന്നാണ് സ്വീറ്റ് മീറ്റ് തെരുവ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ആ തെരുവ് സജീവമാകുന്നത് പലതരത്തിലുള്ള കച്ചവടക്കാരവിടെ ഉള്ളത് കൊണ്ടാണ്. അലുവക്കച്ചവടക്കാർ മാത്രമായിരുന്നില്ല. പഴയ മോഡേൺ ബേക്കറിയൊക്കെ സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിന് ശേഷം ബാക്കിയായിട്ടുള്ള ഒന്നാണ് രാധാ തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കോവിലകത്തിൻ്റെ പ്രധാന ഗോപുരം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ചരിത്രത്തിലുള്ള മിഠായിത്തെരുവാണ്. ഈ മിഠായിത്തെരു സാഹിത്യത്തിലേക്ക് വന്നപ്പോൾ ഒരു ഗൃഹാതുരതയുടെയും ഹൃദയ ബന്ധത്തിൻ്റെയും ഒക്കെയും കഥയായി മാറി. എസ്.കെ. ആണ് ഒരു തെരുവിനെ മലയാള സാഹിത്യത്തിൽ സജീവമായ ഒരു കഥാപാത്രമാക്കി മാറ്റിയിട്ടുള്ള എഴുത്തുകാരൻ. എസ്.കെ. പൊറ്റക്കാട് മിഠായിത്തെരുവിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പായുടെ NP മുഹമ്മദിൻ്റെ സുഹൃത്തു കൂടിയായിരുന്നത് കൊണ്ട് ആ സൗഹൃദം വെച്ച്
തെരുവിൽ നടക്കുമ്പോൾ കൂടെ ചിലപ്പോൾ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. തെരുവിലുള്ള ഓരോ അംശത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാവിലെ ഒരു ചെറിയ ബാഗും എടുത്ത് പുറത്തിറങ്ങുന്നു. ഇങ്ങനെയുള്ള വഴികളിലൂടെ നടന്നു പോകുന്ന എഴുത്തുകാരൻ, ലോകം മുഴുക്കെ സഞ്ചരിച്ചിട്ടുള്ള എഴുത്തുകാരൻ എഴുതിയ വരികൾ ഞാൻ കണ്ടിട്ടുണ്ട്. MT വാസുദേവൻ നായർക്ക് അയച്ചൊരു കത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഞാൻ പോയാലും എനിക്ക് മിഠായി തെരുവിലേക്ക് തിരിച്ചു വരുന്നതാണ് എൻ്റെ ആഘോഷമെന്ന്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളവും മിഠായി തെരുവ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഇടമാണ്. കാരണമുണ്ട്. BA പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു സ്റ്റുഡിയോവിൽ അവിടെ ജീവനക്കാരനായിട്ട് നിന്നു. എല്ലാ ജോലിയും ചെയ്യണം. ബില്ല് എഴുതണം, ആളെ പൗഡറിട്ട് മിനുക്കണം, പിന്നെ അതുമാത്രമല്ല എടുത്ത ഫോട്ടോ വെള്ളത്തിലിട്ടിട്ട് ആലം പോക്കുവാൻ വേണ്ടിയിട്ട് കഴുകണം. ഇങ്ങനെയുള്ള എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് മിഠായി തെരുവിനടുത്തുള്ള ദർശൻ സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ സുഹൃത്ത് പി മുസ്തഫ മനോരമയെ ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലവും അവിടെയാണ്. അന്നാണ് ഞാൻ രാത്രിയിലെ മിഠായി തെരുവ് കണ്ടിട്ടുള്ളത്. സജീവമാണ് രാത്രി. പകൽ പോകുമ്പോൾ പുതിയ കഥാപാത്രങ്ങൾ എത്തുന്നു. ലൈംഗിക തൊഴിലാളിയെ നേരിട്ട് ഞാൻ കണ്ടതും അവരുമായി വഴക്കുണ്ടാക്കുന്നതും അവരാവശ്യപ്പെടുന്ന കാശ് കൊടുക്കാതെ പോകുമ്പോൾ തെറി പറയുന്നതും യുദ്ധം നടക്കുന്നതും മുടിയൊക്കെ കുത്തിപ്പിടിച്ച് ദല്ലാൾമാർ കുറ്റം കൃത്യം പോലെ ചെയ്യുന്നതും ഒക്കെയും ആ കാലത്താണ്. 77-78 പീരിയഡിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അധ്യാപകനായി ഫറൂഖ് കോളേജിൽ വന്നതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഞാൻ ജോലി ചെയ്തിരുന്നത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ ഏറ്റവും പഴയ കച്ചവടക്കാരായിട്ടുള്ള 2 സ്റ്റേഷനറി കച്ചവടക്കാരുണ്ടായിരുന്നു. KR ബ്രദേഴ്സ് ആൻഡ് PK ബ്രദേഴ്സ്. രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. കേളുവേട്ടൻ എന്ന് പറയുന്ന PK ബ്രദേഴ്സിൻ്റെ ആളാണ് ഇപ്പോഴും അവിടെ അവരുടെ മക്കൾ ബാക്കിയായിട്ടുള്ളത്. അവരുടെ ഒരു പബ്ലിക്കേഷനിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. മലയാളം പബ്ലിക്കേഷൻ ഞാനും അക്ബർ കക്കട്ടിലും PK ബ്രദേഴ്സും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. 4 കൊല്ലത്തോളം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രിയിലും മിഠായി തെരുവിലായിരുന്നു അക്കാലത്ത് എൻ്റെ സമയം ചെലവഴിക്കൽ. സാഹിത്യകാരന്മാരൊക്കെ അവിടെ വരുന്നത്, MT വരുന്നൊരിടമുണ്ട്. കറൻറ്റ് ബുക്സിൽ കൊടുങ്ങല്ലൂർ വരുന്നതുണ്ട്. അവിടെ ഒരു പേപ്പർ വിൽക്കുന്ന സാഹിബിൻ്റെ ഷാപ്പിൽ രാധൻ്റെ മുമ്പിൽ തിക്കോടിയനും NPയും നടന്നു പോകുന്നൊരു സ്ഥലമുണ്ട് മാനാഞ്ചിറയുടെ അടുത്തേക്കുള്ളത്. എഴുത്തുകാർ എത്ര പ്രിയപ്പെട്ട ഒരു നഗരമായി കണക്കാക്കുന്നു എന്നുള്ളത് ആ കാലത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ളത്. ഈ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ മിഠായി തെരുവിന് അസാധാരണമായൊരു പ്രാധാന്യമുണ്ട്. ബിഗ് ബസാറിലുള്ള റോഡ് മിഠായി തെരുവ് മുറിച്ച് കോഴിക്കോട് പാളയത്തു നിന്ന് ജയിലിലേക്കും പോകുന്ന ഒരു റോഡുണ്ടായിരുന്നു. പിന്നീടാണ് ആ റെയിൽ പാളം വന്നത് മുറിഞ്ഞു പോയിട്ടുള്ളത്. മിഠായി തെരുവ് ഒരറ്റം ഈ മുഹമ്മദ് അലി റോഡും മറ്റേ അറ്റത്ത് മാനാഞ്ചിറ അജൂറപ്പീസ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരുന്ന സർക്കാർ കെട്ടിടം അടിച്ചു പൊളിച്ച് തകർത്ത് ഇല്ലാതാക്കിയതാണത് ഉള്ളത്. കൊളോണിയലിസത്തിൻ്റെ ഭാഗമായ ഒന്നുകൊണ്ടല്ല, അത് വിറ്റ് കാശാക്കുവാനുള്ള യത്നം നടത്തിയപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഒരു മ്യൂസിയം പോലെ സൂക്ഷിക്കാമായിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. ഇങ്ങനെ അംഗഭംഗം വന്ന മിഠായി തെരുവാണ് ഇപ്പോഴും ബാക്കിയായിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴതിൻ്റെ ഒരു സന്തോഷം വളരെ കൂടുതലാണ് തോന്നാറുള്ളത്. ഞാൻ കുട്ടിക്കാലത്ത് അവിടെ ഉപ്പയുടെ കൂടെ പോയത് പെരുന്നാൾ രാവിനാണ്. ചെരുപ്പ്, ഷോക്സ്, ബനിയന് തുടങ്ങിയിരിക്കുന്ന വസ്തുവകകൾ പെരുന്നാളിനോടനുബന്ധിച്ച് വാങ്ങാനുള്ള പോക്കിലാണ് മിഠായി തെരുവിന് ആദ്യം കാണുന്നത്. പിന്നീട് അവിടുത്തെ നവകേരള ബുക്ക് സ്റ്റാളിൽ, അത് MTയും MB ദേവനും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സഹകരണ സംഘമായിരുന്നു. അവിടെ പോയിട്ട് ശ്രീധരേട്ടൻ എന്ന് പറയുന്ന പിൽക്കാലത്ത് NBSലുണ്ടായിരുന്ന മാനേജർ അടുപ്പം വെച്ച് പുസ്തകത്തിൻ്റെ സ്ലിപ്പുകൾ വാങ്ങാനാണ് ഞാൻ എപ്പോഴും അവിടെ ചെന്നിരുന്നത്. കോഴിക്കോടിനോടുള്ള ഈ വൈകാരികമായ അടുപ്പം എൻ്റെ നേരത്തെ സൂചിപ്പിച്ച സാഹിത്യത്തിലും വന്നിട്ടുണ്ട്.
ഞാൻ അവസാനം എഴുതിയ കഥ 2022 അവസാനത്തെ അല്ല, ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള കഥ മിഠായി തെരുവിലൊരു ചുംബനം എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇയാൾ എന്നെ ചുംബിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലുണ്ടാകുന്ന ഹാലിളക്കമാണ് ആ ചെറുകഥയിലുണ്ടായിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ നോവലായ S10000-ൽ മിഠായി തെരുവുണ്ട്, ഞാനുണ്ട്, അതുകൊണ്ട് മിഠായി തെരുവുണ്ട്. എൻ്റെ കൗമാരകാലമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള ഹാർമോണിയത്തിൽ MS ബാബുരാജ് നെഞ്ചത്തടിച്ച് വയറ്റത്തടിച്ച് പാട്ടുപാടി നടന്ന സ്ഥലം എന്ന് പറയുന്നത് മിഠായി തെരുവും റെയിൽവേ സ്റ്റേഷനുമൊക്കെയാണ്. ആ രംഗത്ത് താൻ നാടുവിട്ട് വരുമ്പോൾ എത്തിച്ചേരുന്നത് മിഠായി തെരുവിലാണ്. MS ബാബുരാജിനെയും അനിയനെയും സ്വീകരിക്കുന്നത് മിഠായി തെരുവാണ്. പിന്നീട് മിഠായി തെരുവിനോട് ചേർന്നിട്ടുള്ള മാളിക മുകളിൽ, മാളിയൻ്റെ മേഖല എന്ന് പറയും, മെഹഫിൽ ക്ലബ്ബുകളിലൂടെയാണ് ബാബുരാജിൻ്റെ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തോടും എൻ്റെ സ്വപ്നങ്ങളോടും എൻ്റെ ആഗ്രഹങ്ങളോടും എൻ്റെ എഴുത്തിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന മിഠായി തെരു എനിക്ക് പല എഴുത്തുകാർക്കും ബെയ്റൂത്ത്, ഇസ്താംബൂൾ, ന്യൂയോർക്ക്, പ്രാഗ് തുടങ്ങിയിട്ടുള്ളതൊക്കെ സാഹിത്യത്തിലെ പ്രധാന നഗരങ്ങളാണ്. എനിക്ക് അതുപോലെ പ്രിയപ്പെട്ടതാണ് എൻ്റെ മിഠായി തെരു. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കിനി ചർച്ചയിലേക്ക് വരുമ്പോൾ സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് കരുതുന്നു. നന്ദി ഹഫീസ് സാർ. വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ചെലവഴിച്ചിട്ടുള്ള, അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള NP മുഹമ്മദ് സാറ് പരപ്പനങ്ങാടിക്കാരനാണെങ്കിൽ പരപ്പനങ്ങാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നു. പക്ഷേ സാറ് കോഴിക്കോട് തന്നെയാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള തൊഴിലിൻ്റെയും, കുട്ടിക്കാലം ചെലവഴിച്ചത് മാത്രമല്ല, യൗവനത്തിൽ ചില തൊഴിലുകൾ ചെയ്തതിൻ്റെയും അതുവഴി ഉണ്ടായിട്ടുള്ള സാഹിത്യകാരന്മാരുമായുള്ള പരിചയത്തിൻ്റെയും ഒരു വൈകാരികമായ ഒരു ചിത്രീകരണമാണ്. തൻ്റെ പിൽക്കാല സാഹിത്യ ജീവിതത്തെയും മുട്ടായി തെരുവ് എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം വളരെ വൈകാരികമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മുട്ടായി തെരുവ് എന്ന് പറയുന്നത് ഇത്രയൊരു 250-300 മീറ്റർ നീളമുള്ള ഒരു റോഡും അതിനപ്പുറവും ഇപ്പുറവും കുറേ കടകളും മാത്രമല്ല, അത് കോഴിക്കോടിനെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന, കോഴിക്കോടിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രം കൂടിയാണ്. അതൊരു കേന്ദ്രം എന്നേ ഉള്ളൂ. അതിന് ചുറ്റുപാടുകളുണ്ട് ധാരാളം. അതിൻ്റെ ചുറ്റുപാടുകളിൽ മനാഞ്ചിറയുണ്ട്, അതിൻ്റെ ചുറ്റുപാട്ടിൽ നമ്മുടെ മുതലക്കുളമുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ കൂടിച്ചേർന്നാണ് കോഴിക്കോട് ഒരു അങ്ങാടിയായി ഉണ്ടായിരുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14-ാം നൂറ്റാണ്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കോഴിക്കോട് വികസിക്കുന്നതിന് മുമ്പ് പന്തലായനി കൊല്ലമായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് നമുക്കറിയാം. ഏതാണ്ട് 14-ാം നൂറ്റാണ്ടോട് കൂടിയുള്ള രേഖാപരമായ ചരിത്രമാണ് സാമൂതിരിമാരെക്കുറിച്ച് നമ്മൾക്കുള്ളത്. കേരളോൽപ്പത്തി പറഞ്ഞു തന്ന കുറേ കഥകളുണ്ട്. അതിൽ കുറേ ചരിത്രാംശങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് MGS സാറിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ മുട്ടായിത്തെരുവിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ കഥാകൃത്തും നോവലിസ്റ്റും നാടകകാരനുമായ, കാരണം കോഴിക്കോടൻ നാടക പാരമ്പര്യം, നേരത്തെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു നാടക പാരമ്പര്യം കൂടി ഉണ്ടായിരുന്ന കളി, മനാഞ്ചിറയ്ക്ക് അതിൻ്റേതായ പ്രത്യേകത മറ്റൊരു തരത്തിൽ ഫുട്ബോളിനോടും മറ്റ് കായിക വിനോദങ്ങളോടും ഗുസ്തിയോടും ഒക്കെയുള്ള, ഗുസ്തിയൊക്കെ കോഴിക്കോട്ട് നടന്നിട്ടുള്ള ഗുസ്തികളെ കുറിച്ചിട്ടൊക്കെ വളരെ പ്രസിദ്ധമായ വിവരണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്നിട്ടുള്ള പല കലാപരിപാടികളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരു പക്ഷേ കുറച്ചുകൂടി ആധികാരികമായി നാടകത്തെയും മനാഞ്ചിറയെയും മുതലക്കുളത്തെയും ഒക്കെ ചേർത്ത് വെച്ച് സംസാരിക്കാൻ വേണ്ടി ചന്ദ്രശേഖരൻ തിക്കോടി അവர்களോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏതൊരു നഗരത്തിനും അതിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. ആ സിഗ്നേച്ചറിൽ പെടുന്നതാണ് നമ്മുടെ മിഠായിത്തെരു. അതുപോലെ തന്നെ മുതലക്കുളവും മാനാഞ്ചിറയും ഒക്കെ ഈ നഗരത്തിൻ്റെ കയ്യൊപ്പുകളാണ്. മുതലക്കുളം പണ്ട് കാലത്ത് മുതലകൾ ഉണ്ടായിരുന്ന കുളമായിരുന്നു എന്ന് പറയുന്നു. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് മുതലക്കുളത്ത് കുറ്റവാളികളെ, വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ
ഏറെക്കാലം ജയിലിൽ ഇടാതെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കുളത്തിലേക്ക് തള്ളുകയാണ്, മുതലയ്ക്ക് തിന്നാൻ കൊടുക്കുകയാണ് കൊടും കുറ്റവാളികൾ. പിൽക്കാലത്ത് അത് സാമൂതിരിയുടെയൊക്കെ കാലമാകുമ്പോഴേക്കും അത് അടുക്കളക്കുളമായി മാറുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അടുക്കളക്കുളമായി മാറുന്നു. പിന്നീടാണ് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അവർ ഇതിനകത്തെ ജലം പരിശോധനയ്ക്കായി ആളുകൾ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും ഡിസെൻട്രി ബാധിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ ജലം എടുത്തിട്ട് മദുരാശി കൊണ്ടുപോയി പരിശോധനയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് അഴുക്കുകളുണ്ട്, ഈ ജലം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, വലിയ വേലികൾ കെട്ടി നോക്കി, വേലികൾ കെട്ടിയിട്ട് വേലികൾ പൊളിച്ചിട്ടും ആളുകൾ ജലം ഉപയോഗിക്കാനും രോഗബാധിതരാകാനും തുടങ്ങിയപ്പോഴാണ് കുളം നികത്തിക്കളഞ്ഞത് എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. മാനാഞ്ചിറയാണെങ്കിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു 3000 പൊൻപണം കൊടുത്തിട്ടാണ് ആ കുളം കുഴിച്ചിരിക്കുന്നത് പറയുന്നത്. 3000 പൊൻപണം കൊടുത്ത് ആ കുളം കുഴിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയ കല്ലുപയോഗിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വലിയ വീടുകൾ, വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. പിൽക്കാലത്ത് ടിപ്പു അത് ജിഫ്രി തങ്ങൾക്ക് സംഭാവനയായി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം. പക്ഷെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാറ്റിൻ്റെയും തിലകക്കുറിയായി നിൽക്കുന്നത് മിഠായി തെരുവാണ്. മധുരത്തിൻ്റെ ഒരു നഗരം, ഒരു തെരുവ്. യൂറോപ്യന്മാരാണ്, സാറ് പറഞ്ഞ പോലെ യൂറോപ്യന്മാരാണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് പേര് കൊടുക്കുന്നത്. കാരണം അവിടെ മധുര പലഹാരങ്ങളായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വിവിധങ്ങളായ വാണിഭങ്ങൾ, ഏറ്റവും തിരക്കേറിയ വാണിഭങ്ങൾ നടക്കുകയാണ്. ചെന്നൈയിലാണെങ്കിൽ മൂർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, നിങ്ങൾ പലരും പോയി കാണും അവിടെ. കാരണം അവിടെ കിട്ടാത്ത സാധനങ്ങൾ നമുക്കുണ്ടാവില്ല. നമുക്ക് എന്ത് സാധനം വേണം ആ സാധനം മൂർ മാർക്കറ്റ് കിട്ടും. അതുപോലെ നമ്മുടെ നഗരത്തിൻ്റെ തിലകക്കുറി എന്ന് പറയാവുന്നത് നമ്മുടെ മിഠായി തെരുവാണ്. മുൻകാലങ്ങളിൽ അത് മിഠായികൾ, മധുര മിഠായികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ബേക്കറി, നമ്മുടെ ഈ ചിപ്സ്, വറുത്തകായകൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ഒരു 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 കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക്, ഉത്സവ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ നിരന്തരം ഈ മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയും പേര് കേട്ട ഹലുവ, കോഴിക്കോടൻ ഹലുവയ്ക്ക് കേരളത്തിലെവിടെയും കേരളത്തിന് വെളിയിലും ഏറ്റവും പേര് കേട്ട ഹലുവ നിർമ്മാണ സ്ഥലമാണ്. അതുതന്നെ ഈ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്നു, പിന്നെ മറ്റേ നമ്മളെ ഈ കൈതച്ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന വിവിധങ്ങളായ എയറോ റൂട്ടാണ് സാധാരണഗതിയിൽ ഏറ്റവും ഉത്തമമായ ഹലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. എയറോ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടുക വളരെ പ്രയാസമാണ്. കാരണം ഈ കൂവ എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ണിലുണ്ടാകുന്ന ഒരു 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 കായല്ലേ, അത് അപൂർവങ്ങളായിട്ടേ കിട്ടിയാൽ തന്നെ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി ഉണ്ടാക്കുക, അത് അരച്ചിട്ട് അതിൻ്റെ പൊടിയെടുത്ത് ഉണക്കിയതിന് ശേഷം അതിൽ നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഹലുവ. അതിപ്പം അങ്ങനെ കിട്ടാത്തത് കൊണ്ട് മറ്റു പല ധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഹലുവകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ഈ നഗരത്തിനും ഈ സ്ട്രീറ്റിനും വൻ പേര് സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പോരാത്തത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ സാമൂതിരിയുടെ ഏതാണ്ട് ഒരു 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 കേന്ദ്രം തന്നെയായിരുന്നു. നാണയമടിച്ചിരുന്ന കമ്മട്ടം ഇവിടെയായിരുന്നു അല്ലേ സാർ? സാമൂതിരിയുടെ നാണയം അടിച്ചിരുന്നത് ഇവിടെ നിന്നാണ്, അതിൻ്റെ കമ്മട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ അർത്ഥങ്ങളിൽ പിന്നെ നമ്മുടെ എഴുത്തുകാരെ, അവരുടെ നഗരമാണിത്. വിശേഷിച്ചും എസ് കെ പൊറ്റക്കാടിൻ്റെ നഗരം, അത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ NP മുഹമ്മദ്, പിന്നെ MT വാസുദേവൻ നായർ, നാടകകൃത്തായ KT മുഹമ്മദ്, കുഞ്ഞാണ്ടിയേട്ടൻ, കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരേട്ടൻ എന്ന് വേണ്ട നമ്മുടെ കലാരംഗത്തുള്ള സാഹിത്യരംഗത്തുള്ള മുഴുവൻ പ്രതിഭകളും നിരന്തരം വിഹരിച്ചിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലം ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണായി മാറിയിരിക്കുന്നു ഇന്നും അന്നും. മറ്റൊന്ന്, ഇവിടെ എല്ലാ കാലത്തും ഈ തിരക്കാണ്, വലിയ തിരക്കാണ്. നമ്മളിപ്പോൾ വലിയ ഉത്സവങ്ങൾ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് ഒന്ന് പിഷാരികാവ് ഉത്സവമാണ്. അതിൽ തന്നെ വലിയ വിളക്കല്ലേ, വലിയ വിളക്ക് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈവേ ഒക്കെ വാഹനമൊക്കെ പല വഴിക്ക് തിരിച്ചു വിടുകയാണ്. അത്രയും വലിയ ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടം നിത്യേന എന്നോണം ഈ തെരുവിലുണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നിത്യേന എന്നോണം ഒരു 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 ഉന്മേഷമാണ്. ആ നഗരത്തിലൂടെ, ആ സ്ട്രീറ്റിലൂടെ നമ്മളൊന്ന് നടന്നാൽ നമ്മുടെ വിഷാദപരമായ വല്ല അംശവും നമ്മളെ തീണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം അറ്റുപോകും.
വലിയൊരു ഒരു ഉന്മേഷം, ഒരു പ്രഷർ കിട്ടുകയാണ് നമുക്ക് ആ നഗരത്തിലൂടെ ഒന്നങ്ങ് നടന്ന്. 400 മീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. ഈ 400 മീറ്റർ ഒന്ന് ഈ ജനത്തിരക്കിലൂടെ വിവിധങ്ങളായ മനുഷ്യർ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ ആവശ്യങ്ങൾക്ക് വന്നവർ ഉത്സവലഹരിയിൽ സന്തോഷത്തോടെ അങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ഈ നഗരത്തിലൂടെ ഒന്ന് നടന്ന് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, സൗന്ദര്യപൂർണ്ണമാകുന്നു, നമ്മുടെ എല്ലാ അലട്ടലുകളും പോയി ഒളിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം പ്രഷർ തരുന്ന ഒരു നഗരം, ഒരു സ്ട്രീറ്റ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഈ ഡൽഹിക്ക് നമ്മൾ പറയാണ്ട് പിന്നെ ഇന്ത്യ ഗേറ്റാണ് ഡൽഹിയുടെ പിന്നെ തിലകക്കുറിയുന്നത്. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്മാരകമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും കൊല്ലപ്പെട്ടു പോയ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്മാരകമാണ്. ആ 42 മീറ്റർ ഉയരത്തിലാണ് ആ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ 1971 നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി അമർജ്യോതി എന്ന് പറയുന്ന സൈനികർക്ക് വേണ്ടിയുള്ളൊരു വിളക്ക് സ്ഥാപിക്കുന്നത്, കെടാവിളക്ക്. അത് ആ നഗരത്തിൻ്റെ തലക്കുറിയാണത്. എല്ലാ നഗരത്തിലും ഇത് കാണും. ഒറ്റ നഗരത്തിലാണ്. ഇപ്പോൾ ഇറ്റലി എടുക്കുകയാണെങ്കിൽ ചരിഞ്ഞ ഗോപുരം, അതാണ് അവരുടെ സിഗ്നേച്ചർ. അതാണ് ഇറ്റലിയിലെ ഏറ്റവും വലിയ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും അവിടെ ചാഞ്ഞ ഗോപുരം, ചരിഞ്ഞ ഗോപുരമാണ് അവരുടെ സിഗ്നേച്ചർ. ഇങ്ങനെ ഓരോ നഗരത്തിനും അതിൻ്റെ കയ്യൊപ്പുകളുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ കയ്യൊപ്പാണ് നമ്മുടെ മിഠായിത്തെരുവ്, നമ്മുടെ മുതലക്കുളം, നമ്മുടെ മാനാഞ്ചിറ. ഇതൊക്കെ ചേരുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഉത്തമ ഭൂമികയായി ഇത് മാറുന്നു എന്നത് ഏറെ ആഹ്ലാദം തരുന്നതാണ്. നന്ദി സാർ. കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ മുട്ടായിത്തെരുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു ലഘു ചരിത്രം പറയാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ചെറിയ ഒരു സമയം കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതല്ല ആ ചരിത്രം. അതായത് കോഴിക്കോടിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ തന്നെ ബാലകൃഷ്ണക്കുറുപ്പിനെ പോലെയുള്ള പ്രൊഫസർ MGS പോലെയുള്ള ആളുകൾ വളരെ ആഴത്തിൽ നമ്മളെ സംബന്ധിച്ച് നിൽക്കുന്ന ഈ കോളേജിനെ സംബന്ധിച്ചും കോഴിക്കോടിൻ്റെ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ കോളേജിൽ അധ്യാപകനായിരിക്കെയാണ് സാമൂതിരി രേഖകൾ പ്രൊഫസർ NM നമ്പൂതിരി കണ്ടെത്തുന്നതും NM നമ്പൂതിരിയും പ്രൊഫസർ രാഘവ വാര്യരും ചേർന്ന് നടത്തിയുള്ള സർവേകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്മട്ടത്തെക്കുറിച്ചും കോവിലകത്തെക്കുറിച്ചും അല്ലെങ്കിൽ കോട്ടയുടെ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെ വിശാലമായ അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള സർവേകൾ, പര്യവേഷണങ്ങൾ നടത്തിയിട്ട് നമ്മുടെ അറിവ് അതിനെ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് മുട്ടായിത്തെരുവ് എന്ന പേരിൽ കോഴിക്കോടിൻ്റെ ചരിത്രകാരൻ, ജനകീയ ചരിത്രകാരൻ കൂടിയായിട്ടുള്ള സെലുരാജ് സാർ, TB സെലുരാജ് സാറ്, അദ്ദേഹം വക്കീലാണ്, നമ്മൾ അറിയണം. അദ്ദേഹം കോടതി തിരക്കുകളിൽ നിന്നും കോടതിയിലെ തിരക്ക് കഴിഞ്ഞാൽ ഉടനെ നേരെ കോഴിക്കോട് ആർക്കൈവ്സിലേക്ക് ഓടുകയും സിവിൽ സ്റ്റേഷനിലുള്ള ആർക്കൈവ്സിൽ പോവുകയും കോഴിക്കോട് നഗരത്തെ സംബന്ധിക്കുന്ന ലഭ്യമായ എല്ലാ രേഖകളും കൊണ്ടുവന്ന് നമ്മുടെ മനാഞ്ചിറയായാലും അതോടൊപ്പം തന്നെ മുതലക്കുളമായാലും എല്ലാ കോഴിക്കോട്ടെ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് പഠിക്കുകയും അവതരിപ്പിക്കുകയും രസകരമായി അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂതിരി തനിക്ക് മധുര പലഹാരങ്ങളോടുള്ള താല്പര്യം, അതിനു വേണ്ടി ഗുജറാത്തിനൊക്കെ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മിഠായിത്തെരുവ് എന്ന് അന്ന് പേരുണ്ടാവണം എന്നില്ല, തൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തേക്ക് താമസിപ്പിക്കുന്നു. അങ്ങനെ ഇത് വളരെ പ്രസിദ്ധമായി ഒരു അങ്ങാടിയായി വികസിക്കുന്നു. ആ അങ്ങാടിയിൽ മുട്ടായിത്തെരുവിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, പഴയ തലമുറയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശങ്കരൻ ബേക്കറിയുടെ പ്രതിനിധി ശ്രീ അബ്ദുൾ ലത്തീഫ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആളുകളും ട്രെയിൻ കയറിപ്പോകുന്ന, കോഴിക്കോട് നിന്ന് ബസ്സും ട്രെയിനും കയറിപ്പോകുന്ന ആളുകളൊക്കെ ഓടി ഈ അവസാനത്തെ ആ ഭാഗത്ത് റോഡിൽ എത്തിച്ചേരുകയും സാധനങ്ങൾ വാങ്ങി ഓടുകയും ചെയ്യുന്ന, ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ അനുഭവിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോടിൻ്റെ രുചി, നേരത്തെ ഒരു ഡെലക്റ്റ ബേക്കറി കൂടി ഉണ്ടായിരുന്നു, കല ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ടീച്ചർ പലപ്പോഴും പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കോഴിക്കോട്ടിലുണ്ടായിരുന്ന 2 ബേക്കറികളെ കുറിച്ച്, ആ ഡെലക്റ്റ ബേക്കറി ഇല്ലാതായിപ്പോയി, വൈഡനിങ്ങിൻ്റെ ഭാഗമായി കൊണ്ട് ശങ്കരൻ ബേക്കറിയുടെ പ്രതിനിധി കോഴിക്കോട്ടെ മധുര പാരമ്പര്യത്തെക്കുറിച്ച് എന്താണെന്ന് പറയുന്നത്
നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആളുകളുടെ രുചിഭേദത്തെക്കുറിച്ച്, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ശങ്കരൻ ബേക്കറി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഞാൻ വളരെ ചെറുപ്പക്കാലം മുതലേ ബേക്കറിനെ സംബന്ധിച്ച് ബേക്കറിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്റ്റാഫാണ്. ഹലുവ എന്ന് പറഞ്ഞാൽ ഒരു അറബ് വാക്കാണ്. അത് 8-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഇന്നത്തെ ഇറാൻ. അങ്ങനെ അത് 12-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് എത്തിയത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിലാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. പിന്നെ സാമൂതിരി രാജാവിൻ്റെ കാലത്തും ഇവിടെ ആളുകൾ വന്ന് അലുവ ഉണ്ടാക്കി. അങ്ങനെ 2-3 തരം അലുവകൾ മാത്രമേ അന്നുള്ളൂ. ഒരു കറുപ്പ്, ഒരു വെള്ള, ഒരു മഞ്ഞ, ഒരു പച്ച. ഇന്നതല്ല. ഇന്ന് 10-80 വെറൈറ്റി അലുവകൾ കോഴിക്കോട് നമ്മുടെ ബേക്കറിയിലുണ്ട്. അപ്പോൾ നമ്മളെ ബേക്കറിനെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ചാൽ എപ്പോഴും തിക്കും തിരക്കും തന്നെയാണ്. പണ്ടുള്ള അതേ രുചിയിൽ തന്നെയാണ് ഇന്നും ആ സാധനങ്ങൾ കൊടുക്കുന്നത്. പണ്ട് എന്നാണോ രുചി, ആ രുചി പ്രകാരം തന്നെ ഇന്നും ആ പരമ നിലനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ശങ്കരൻ ബേക്കറി. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു 80 തരം അലുവകൾ നമ്മളെ അടുത്തുണ്ട്. പച്ചമുളക്, ഇളനീര്, വാട്ടർ മിലാന്, പൈനാപ്പിൾ, ഗ്രേപ്പ്, പിസ്ത, കുനാഫ, അങ്ങനെ എണ്ണിയാൽ പറഞ്ഞാൽ തീരൂല. അതിന് മാത്രം ഐറ്റംസുകളുണ്ട്. ഇതെല്ലാം ജനങ്ങൾ വന്ന് അവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടാണ് വാങ്ങുന്നത്. എല്ലാവർക്കും വളരെ തൃപ്തിപ്പെട്ടിട്ടാണ് അവിടുന്ന് പോവുക. ഏതെങ്കിലും ഒരാൾ വന്ന് ഒന്നും വാങ്ങാതെ പോകില്ല. എല്ലാം തൃപ്തിപ്പെട്ട് സാമ്പിൾ കഴിച്ച് വാങ്ങിയിട്ടേ പോവുള്ളൂ. പിന്നെ റെയിൽവേയിലാണെങ്കിൽ നമുക്ക് പല കസ്റ്റമറും നമ്മളെ ഫോൺ ചെയ്ത് പറയും, നമുക്ക് 12 മണിക്കാണ് ട്രെയിന്, നമുക്ക് ഇന്ന സാധനം വേണം, നിങ്ങൾ എടുത്ത് വെക്കണം, ഡെലിവറി നമുക്ക് റെയിൽവേയിൽ കൊണ്ടുപോയി തരണം എന്ന് പറയും. അതും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതേമാതിരി പല ആളുകളും തിരുവനന്തപുരത്തും വരുന്ന ട്രെയിനായാലും ശരി, മംഗലാപുരത്തും വരുന്ന ട്രെയിനായാലും ശരി, ഇതൊക്കെ ആളുകൾ വന്ന് അവിടെ അന്വേഷിക്കും റെയിൽവേയിൽ ഇറങ്ങിയാൽ ശങ്കരൻ ബേക്കറി എവിടെയാണെന്നുള്ളത്. അങ്ങനെ ആളുകൾ ശങ്കരൻ ബേക്കറിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി അതിൻ്റെ രുചിച്ച് ഇത്രയും നല്ല അഭിപ്രായത്തോടു കൂടി പോകുന്ന സ്ഥാപനമാണ്. ഞാനൊരു സ്റ്റാഫാണ് കേട്ടോ അവിടുത്തെ. ഞാൻ ആരുമല്ല. എനിക്കിതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടൊന്നും പരിചയമില്ല. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വാക്കിൽ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ അറിയില്ല, പ്രസംഗിച്ചിട്ടൊന്നും പരിചയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം തന്നെ വലിയൊരു ഭാഗ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടാണ്. തീർച്ചയായും ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതിൻ്റെ ജീവനക്കാർ കൂടി ചേർന്നുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിൻ്റെ പേരും പെരുമയും ഒക്കെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതമാണ് സ്ഥാപനം. തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നന്ദി സർ. ഹഫീസ് സാറ് കൂട്ടിച്ചേർക്കാൻ വസ്തുതകൾ. മിഠായിത്തെരുവിൻ്റെ പ്രത്യേകത എന്താണ്? എന്നെ ആകർഷിക്കുന്ന ഘടകം മറ്റു പലർക്കും ആകർഷക ഘടകമായി തോന്നുന്നുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻറ്റിമസിയാണ്. നിങ്ങൾ അന്യനല്ല, അന്യയല്ല എന്നുള്ളൊരു ബോധം അതുണ്ടാക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ 2 ഗസ്റ്റായിട്ട് ബെൽജിയത്തു നിന്നും വന്ന ബിമ്മും മെർലിനും മിഠായിത്തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഏതോ ഒരു കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കമൻറ്റ് ചെയ്തു. അവർക്ക് ബുഡാപെസ്റ്റ് പോലെ, അവർക്ക് ബെർലിൻ പോലെ ഒക്കെ പ്രധാനപ്പെട്ടതാണ് മിഠായിത്തെരു ആളുകൾക്ക് എന്നുള്ളത്. അവിടെ എന്തിനും ഒരു സ്പേസ് ഉണ്ട്. ചെറിയ ഒരു സ്ഥലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ തന്നെയും ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയോ കാലമായിട്ടായ ഒയാസിസ് കോംപ്ലക്സിൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കെട്ടി താമസിക്കാനുള്ള ചെറിയ ഓലപ്പുരകളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത്. ഞാൻ ബാബുരാജിനെ അവിടേക്ക് എടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. നോവലിൽ ഞാൻ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ അന്യർ വരുന്നു, താമസിക്കുന്നു എന്നുള്ളത്, വലിയ കച്ചവടക്കാർ വരുന്നു എന്നുള്ളത്. വയനാട്ടിൽ നിന്ന് എസ്റ്റേറ്റിൽ നിന്നുള്ള സാധനങ്ങളുമായിട്ട് വന്നാൽ അവർ താമസിക്കുന്ന ലോഡ്ജ് മിഠായിത്തെരുവിലുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാർക്കുള്ളൊരു കോർണറുണ്ട്. ഒന്ന് രാധാഭവൻ്റെ കോർണർ, 2 മാനാഞ്ചിറ ചുമരിനോട് ചേർന്നിട്ടുള്ള സ്ഥലം. എം ടി വാസുദേവൻ നായർ ആദ്യമായി കോഴിക്കോട് വന്ന് ചായയും അതിനോടൊപ്പം എണ്ണക്കടിയും കഴിച്ചത് മോഡേൺ ഹോട്ടലിൽ നിന്നാണെന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഉപ്പയായിരുന്നു ആതിഥേയൻ. ഉപ്പ ഒന്നും കഴിക്കാതെ 2 പേർക്കൊന്നും കാര്യമായ ജോലിയൊന്നും ഇല്ലാത്ത സമയത്താണ് എം ടിക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവർ വായനയാൽ ബന്ധിതരായി മാറിയിട്ടുള്ളത് മിഠായിത്തെരുവിലുള്ള ലൈബ്രറിയിൽ നിന്നും
പബ്ലിക് ലൈബ്രറിയിലൂടെയാണുള്ളത്. കച്ചവടക്കാരിൽ തുണിക്കച്ചവടക്കാരുണ്ട്, പ്ലാസ്റ്റിക് വിൽക്കുന്ന പല നാട്ടുകാരുണ്ട്. വട്ടക്കോളീസ് ഉണ്ട്. വട്ടക്കോളീസ് എന്ന് വെച്ചാൽ ഭട്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അവർ തുണിക്കച്ചവടക്കാരായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ തുണി ഷാപ്പുകളുണ്ട്. തുണി ഷാപ്പുകളോടൊപ്പം തന്നെ പീതാംബർ സ്റ്റുഡിയോ ഉണ്ട്. ഏറ്റവും പഴക്കം ചെന്ന സ്റ്റുഡിയോകളിൽ ഒന്നാണ് പീതാംബർ സ്റ്റുഡിയോ. ഇപ്പോഴും പീതാംബർ സ്റ്റുഡിയോ പേരിന് വർക്ക് ചെയ്തിരുന്നു കുറേ കാലമൊക്കെ ആയിട്ട്. പുസ്തകശാലകളിൽ 2 പ്രധാനപ്പെട്ട പുസ്തകശാലകൾ PK ബ്രദേഴ്സ്, KR ബ്രദേഴ്സ് സഹോദരങ്ങളായിരുന്നു. മലയാളത്തിലെ ആദ്യ ഗ്രന്ഥങ്ങൾ പലരുടേതും ഇറങ്ങിയിരുന്നത് PK ബ്രദേഴ്സിലൂടെയാണ്. പത്മനാഭൻ, P കുഞ്ഞിരാമൻ നായർ, കുഞ്ഞുണ്ണി മാസ്റ്റർ തുടങ്ങിയവരുടെ ആദ്യ രചനകൾ പ്രസിദ്ധം ചെയ്തിട്ടുള്ളത് PK ബ്രദേഴ്സ് ആയിരുന്നു. PK ബ്രദേഴ്സ് പുസ്തക പ്രസിദ്ധീകരണത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകശാലക്കാരായിരുന്നു എന്നുള്ളതാണ്. സിനിമാശാല അതിൻ്റെ നഗരഹൃദയത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതോടുകൂടെ വന്നിട്ടുണ്ട്. ടോക്കീസായിട്ട് വന്നു, രാധാ ടോക്കീസ് എന്നുള്ളത്. എന്തിനും ഒരു സ്പേസ് ഉണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈംഗിക തൊഴിലാളിക്കും ഒരു സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ പകൽ നേരങ്ങളിൽ സ്വവർഗ ലൈംഗിക ബന്ധം വെച്ച് പുലർത്തുന്നവർക്ക് താമസിക്കാനുള്ള ഇടമുണ്ട്. കോഴിക്കോട്ട് പാട്ടുകാരുടെ പ്രിയപ്പെട്ട മാളികകൾ, മെഹഫിൽ ക്ലബ്ബുകൾ മിഠായിത്തെരുവിനോട് ചേർന്നിട്ടുണ്ട്. ശരത്ചന്ദ്ര മറാഠെ എന്ന് പറഞ്ഞിട്ടുള്ള മറാത്തിയായിരിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ മിഠായിത്തെരുവിനോട് ചേർന്നിട്ടുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു ഇക്കാലം വരെയും താമസിച്ചിരുന്നത്. ആർക്കും ഒരു സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല, ആര് വന്നാലും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നൊരു തോന്നലുണ്ട്. കളവും ചതിയൊന്നും ഇല്ല എന്നല്ല. കള്ളക്കച്ചവടക്കാരുണ്ട്, തുണി വിൽപ്പന നടത്തുന്നവർ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് വിൽക്കും. എന്നിട്ട് ഒരൊറ്റ വാഷ് ചെയ്യുന്നതോട് കൂടിയിട്ട് തകർപ്പണാകും. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അവിടെ. പോക്കറ്റടിക്കാരുണ്ട്. തെരുവിൻ്റെ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളെയും കാണാൻ സാധിക്കും. ഈ ഒരു സ്വഭാവവിശേഷമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തണുത്ത കാറ്റ് ഇങ്ങനെ കൊണ്ടുപോകും, യാത്ര കൊണ്ടുപോകും തെരുവിൻ്റെ പല ഭാഗങ്ങളിലേക്ക്. മിഠായി തെരുവിൻ്റെ പ്രത്യേകതയാണത്. മധുരം കൊണ്ട് മാത്രമല്ല, സ്പൈസസ് കച്ചവടവും അന്ന് കോർട്ട് റോഡ് വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരാൾക്കും ആ നഗരത്തോട് അല്പ ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, താമസിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ നഗരമായിട്ട് തോന്നും. ആര്യഭവൻ വളരെ പ്രശസ്തമാണ്. ദീർഘകാലമായിട്ടുള്ളതാണ് ആര്യഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടോപ്പ് ഫോം 1970കളിലാണ് തുടങ്ങിയിട്ടുള്ളത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ അവിടെ പിൽക്കാലത്താണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റുകൾ, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമായിരുന്നു ഒരു കാലത്ത് മിഠായി തെരു. ഈ ഒരു അടുപ്പം മിഠായി തെരുവിനുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു നഗരത്തിൻ്റെ പ്രത്യേകത? നഗരത്തെ മാറ്റിയെടുക്കുന്ന, നഗരത്തെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? നഗരത്തിൽ ഒരു മ്യൂസിയം പോലെ പലവിധ കഥാപാത്രങ്ങളും പലവിധ രംഗങ്ങളും മിഠായി തെരുവിലുണ്ട്. അത് മിഠായി തെരുവിനെ ഒരു നഗരമാക്കി മാറ്റുന്നു. ആ നഗരം പ്രിയപ്പെട്ട നഗരമാക്കി മാറ്റുന്നു. ലോകത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെയും തന്നെയും ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ മാതിരി കയ്യൊപ്പുകൾ കൊണ്ടാണ്, അത് അവരുടേതായിരിക്കുന്ന കയ്യൊപ്പുകൾ കൊണ്ടാണ് പ്രധാനമായിട്ട് മാറുന്നത്. രാഷ്ട്രീയക്കാർക്കും ഇവിടെ ഉണ്ട്. മുതലക്കുളം ഈ വാഷർമാൻ കമ്മ്യൂണിറ്റിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനായിരുന്നു ഉപയോഗിച്ചതെങ്കിൽ തന്നെയും പിന്നീട് രാഷ്ട്രീയക്കാരും വന്ന് അലക്കാൻ തുടങ്ങി. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. മാനാഞ്ചിറ മൈതാനിയിൽ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പാകിസ്ഥാനും ഇന്ത്യയും അതിപ്രശസ്തമായ ചില കൊല്ലങ്ങളിലുള്ള കളികൾ നടന്നിട്ടുള്ള സ്ഥലമാണ് മാനാഞ്ചിറ മൈതാനം. ഫുട്ബോൾ അവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത്. ഈ സവിശേഷതകളാൽ ഉള്ളിലേക്ക് ചെല്ലുന്തോറും മിഠായി തെരു നിങ്ങളുടേതായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥയിലും എഴുത്തിലും ഇത് UA ഖാദർ, KA കൊടുങ്ങല്ലൂർ, PA മുഹമ്മദ് കോയ, കൊച്ചുബാവ, അക്ബർ കക്കട്ടിൽ, കൊച്ചുബാവ തുടങ്ങിയിട്ടുള്ളവരൊക്കെയും തന്നെയും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിൽ നഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രിയപ്പെട്ട നഗരം തന്നെയാണ്. എൻ്റെ നഗരം, എനിക്ക് ആശ്വാസം തരുന്ന നഗരം, എനിക്ക് സന്തോഷം തരുന്ന നഗരം,
എനിക്ക് വീണ്ടും അവിടെ എത്തിപ്പെടാൻ ആഗ്രഹം തരുന്ന നഗരം. അഫീസാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പരിചയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട നഗരമായിട്ടുള്ള കോഴിക്കോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രുചിയുടെ അല്ലെങ്കിൽ മറ്റ് ഫുട്ബോളിൻ്റെ മാത്രം നഗരമല്ല, കലയുടെ കലാപ്രവർത്തനങ്ങളുടെ ഇപ്പോഴും ഒരുപക്ഷെ മഹഫിലുകളൊക്കെ നടക്കുന്ന ചില പീഡിക വരാന്തകളും വൈകുന്നേരങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരമൊക്കെ പാളയത്തിനടുത്തുള്ള എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കാനുള്ള ജോൺസൺ പോലെയുള്ള ഗിറ്റാറിസ്റ്റുകൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇത്തരം പരിപാടികളെ പല ഭാഗത്തുനിന്ന് വന്നു ചേരുന്ന ആളുകൾ പാട്ടുപാടി ഒരു ചായയോ കുടിച്ച് പോകുന്നത് ഇപ്പോഴും ആ ഒരു പാരമ്പര്യം കോഴിക്കോട്ട് നിലനിൽക്കുന്നുണ്ട്. നാടകത്തെക്കുറിച്ചാണ് ശ്രീ ചന്ദ്രശേഖരൻ തിക്കോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നാടകമാണ്. കോഴിക്കോട് നാടകത്തെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധരായിട്ടുള്ള കെ ടി മുഹമ്മദിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള താജിനെ പോലെയുള്ള ഈ തലമുറയിൽ പുതിയ കാലത്ത് സുരേഷ് ബാബുവിനെ പോലെയുള്ള ശാന്തകുമാറിനെ പോലെയുള്ള ഈ കോളേജിലെ തന്നെ പഴയ വിദ്യാർത്ഥിയായിരുന്ന നാടകം കൊണ്ട് ജീവിതം നാടകമാക്കി മാറ്റിയ അനേകം പേരുടെ ഒരു ഭൂമികയാണ് കെ ടി. വളരെ കാലം ഞാൻ ആ കോളേജിലേക്ക് വരുന്ന സമയത്ത് പുതിയങ്ങാടിയിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ബസ്സിൽ നമ്മളിങ്ങനെ കാണും അദ്ദേഹമൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും നാടക ചരിത്രം പറയാതെ കോഴിക്കോടിനെ നമുക്ക് വിടാനാവില്ല. കോഴിക്കോട്ടെ ഒരു നാടക പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഓർമ്മകൾ എന്താണ് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കും. കേരളത്തിൻ്റെ വിശ്വനാടകൃത്താണ് കെ ടി മുഹമ്മദ്. ഒരുപക്ഷെ നമ്മുടെ ചെറിയ ഭാഷയിൽ എഴുതിയത് കൊണ്ടാവാം അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്താതെ പോയത്. കാരണം ലോകത്തിലെ വലിയ നാടകൃത്തുക്കളുടെ നാടകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതും കാണുന്നതുമാണ്. കെ ടിയുടെ നാടകവും അതും തമ്മിൽ വെച്ച് നോക്കുന്ന സമയത്ത് കെ ടി ഒട്ടും പുറകിലല്ല. ഒരു ജീവിതം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഷേക്സ്പിയറിന് ആകെ എഴുതാൻ കഴിഞ്ഞത് 32 നാടകമാണ്. 32 നാടകം. അതുപോലെ കെ ടിയും കുറഞ്ഞ നാടകം എഴുതിയിട്ടുണ്ട്. തോപ്പിൽ ഭാഷയിൽ 17 നാടകം എഴുതിയത്. അപ്പോൾ എണ്ണം കൊണ്ടല്ല എഴുതിയതിൻ്റെ വണ്ണം കൊണ്ടാണ് അവരൊക്കെ കാലത്തെ അതിജീവിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു നാടകം പിറക്കുക എന്നതിനർത്ഥം ആ ഗ്രാമത്തിൽ നിന്ന് 2 സുരക്ഷാ ഭടന്മാരെ പിൻവലിക്കാം എന്നാണ്. കാരണം അത്രയും നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റം കുറിക്കുന്ന കലയാണ് നാടകം. നാടകം കേവലം നമുക്ക് രസാനുഭൂതിപ്രദമായി കടന്നു പോകുന്ന ഒരു കലാരൂപം മാത്രമല്ല, അതിനകത്ത് നാടുണ്ട്. നാടിനകം കാണിക്കുന്നതാണ് നാടകം. നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ മുന്നിലും പിന്നിലും നടന്ന കലയാണ് നാടകം. നമുക്കറിയാം, വീട്ടി ഭട്ടതിരിപ്പാട് വലിയ നാടകകൃത്തൊന്നുമല്ല. ഒരു ലക്ഷണമൊത്ര നാടകകൃത്താകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹം നാടകം എഴുതിയത്. ആ കാലഘട്ടത്തിലെ അന്തഃപുരങ്ങളിലെ നമ്പൂതിരി സ്ത്രീകൾക്ക് നാവില്ലായിരുന്നു. അവർക്ക് നാവുണ്ടാവാൻ വേണ്ടിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. ഏതാണ്ട് 100, 110, 120 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഇങ്ങനെ നമുക്ക് കൂടിയിരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പഴയ ജാതിയിൽപ്പെട്ടവരാണ്, പല ജാതിയിൽപ്പെട്ടവരാണ്. ഒരുപാട് ദൂരെ നിൽക്കേണ്ട ആളുകളുണ്ട്, ഒരുപാട് അപ്പുറം നിൽക്കേണ്ട ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കാലഘട്ടം. ആ കാലഘട്ടം മാത്രമല്ല, മണ്ണിൽ മനുഷ്യന് അവകാശമില്ലാത്ത കാലം. ഒക്കെ ജന്മിക്ക് ഭൂമി മുഴുവൻ ജന്മിയുടേതാണ്, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെതാണ്. ആ ജന്മിയുടെ പറമ്പിൽ എവിടെയെങ്കിലും കൂര കെട്ടി പാർക്കുക എന്നതാണ് മുഴുവൻ മനുഷ്യരുടെയും ഗതികേട്. ജന്മിക്ക് എന്തെങ്കിലും ദേഷ്യം വന്ന അയാൾ ആ സമയത്ത് കൂര പറിച്ചെറിഞ്ഞ് കളയും. അതിന് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ മഴയത്തോ വെയിലത്തോ എവിടെ കിടക്കേണ്ടി വരും. തോട്ടിയുടെ മകനെന്ന തകഴിയുടെ കൃതിയിൽ അദ്ദേഹം പറയുന്നു, തോട്ടി മരിച്ചു. തോട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യൻ്റെ മലം ചുമക്കുന്നവനാണ്. പണ്ട് ഈ നഗരത്തിലുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പണ്ട് അച്ഛൻ്റെ കൂടെ ഈ നഗരത്തിൽ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 11 മണി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ നഗരത്തിലൂടെ നടക്കാൻ പറ്റില്ല. കാരണം ഈ വലിയ പാട്ടകളിൽ മനുഷ്യൻ്റെ മലം ചുമന്ന് പോകുന്ന ആളുകൾ. അപ്പോൾ മല ഇങ്ങനെ അവിടെ ഇവിടെ റോഡിലൊക്കെ വീഴും. അത് വാഹനത്തിൻ്റെ ടയറിൽ കുടുങ്ങി തെറിക്കും, നമ്മുടെയൊക്കെ ഷട്ടിലേക്കൊക്കെ തെറിക്കും. ആ നഗരം മുഴുവൻ നാറും നമുക്ക്. അപ്പോൾ ഇനി ഈ നഗരത്തിലേക്ക് വരണ്ട എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും സാറിനൊക്കെ അറിയാം, അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയ തലമുറക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തോട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മലം ചുമക്കുന്ന തോട്ടി ജമ്മിയുടെ പറമ്പിലാണ് താമസിക്കുന്നത്. മരിച്ചപ്പോൾ ജമ്മി പറഞ്ഞു, മനുഷ്യൻ്റെ മലം ചുമക്കുന്നവനെ എൻ്റെ പറമ്പിൽ കുഴിച്ചിടാൻ പറ്റില്ല.
അപ്പോൾ അയാളുടെ മകൻ ചെറുക്കൻ പലരോടും ചോദിച്ചു, അപ്പനെ ഒന്ന് കുഴിച്ചു മൂടാൻ ഇത്തിരി മണ്ണ് വേണം, ഒരുപാട് പാഴ്പ്പറമ്പുകൾ കിടക്കുന്നു മനുഷ്യവാസമില്ലാത്ത, എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു മൂടാൻ ഇത്തിരി സ്ഥലം തരുന്നു. ആരും മണ്ണ് കൊടുത്തില്ല കുഴിച്ചു മൂടാൻ. മലം ചുമക്കുന്നവൻ്റെ ജഡം കുഴിച്ചിടാൻ മണ്ണ് തരില്ല. ഒടുക്കം സൂര്യൻ അസ്തമിക്കുന്നവരെ ചെറുക്കൻ കാത്തു നിന്നു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പരന്നപ്പോൾ അപ്പനെ പഴന്തുണിയിൽ പൊതിഞ്ഞ് കെട്ടി നെഞ്ചത്തൊരു കരിങ്കല്ലും വെച്ച് കെട്ടി കായലിൽ കൊണ്ടുപോയി താഴ്ത്തി. ആ കാലഘട്ടത്തെ മുറിച്ച് കിടക്കാനാണ് ആ കാലഘട്ടത്തെ നാടകൃത്തുക്കൾ നാടകം എഴുതി. കെ ദാമോദരൻ പാട്ടബാക്കി എന്നൊരു നാടകം എഴുതി. നാടകത്തിൻ്റെ വിഷയം ഇതാണ്. കാരണം ജമ്മിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്, ജീവിച്ചുകൂടാ ജമ്മിയെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഈ മണ്ണിൽ എനിക്കും അവകാശമുണ്ട് എന്ന തോന്നലുണ്ടാക്കാനാണ് പാട്ടബാക്കി എന്ന നാടകം എഴുതുന്നത്. അത് പാലക്കാട്ട് കളിക്കുകയാണ്. ആദ്യത്തെ കളി പൊന്നാനി കളിച്ചു, രണ്ടാമത്തെ അവതരണം പാലക്കാട്ട് നടക്കുകയാണ്. പാലക്കാട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അരങ്ങാണ്, ഇവിടെ നിന്ന് നാടകം കളിക്കുന്നു, നിങ്ങളെപ്പോലുള്ളവർ അവിടെ നിന്ന് നാടകം കാണുകയാണ്. അപ്പോൾ ഇതൊരു കുടിലാണ്. കുടിലിൽ കർഷക തൊഴിലാളിയുടെ കുടിലാണ്. ആ കുടിലിൽ രാവിലെ അച്ഛനും അമ്മയൊക്കെ പുലർച്ചെ സൂര്യോദയത്തിൽ പണിക്കുകയും അസ്തമത്തിൽ മാത്രം തിരിച്ചു വരും. അത്രയും കഠിനമായ ജോലിയാണ്. എന്നാൽ തന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടിയെങ്കിലേ ഉള്ളൂ. ചില്ലറയല്ല, വല്ല ധാന്യങ്ങളോ മറ്റോ കൊടുക്കും. അത് കൊണ്ടുവന്ന് വറുത്ത് കുത്തി കഞ്ഞിയോ മറ്റോ ഉണ്ടാക്കി കുടിച്ച് പിറ്റേന്ന് കാലത്ത് വീണ്ടും പണിക്ക് പോകേണ്ട ഗതികേടുള്ള ഒരു കാലഘട്ടം. ആ കുടിലിലേക്ക് നായാട്ടിന് പോയ ചെറുക്കൻ, അതായത് ജന്മിയുടെ ചെറുക്കൻ തോക്കുമായി കയറി വരികയാണ് ഈ കുടിലിലേക്ക്. അപ്പോൾ അവിടെ 13 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. നേരെ കയറി വന്ന് ചെറുക്കൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ കടന്ന് പിടിക്കുകയാണ്. ആ കുട്ടിയുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതിനെ കൊല വിളിച്ച് പറിച്ച് കീറി എറിഞ്ഞാൽ ഒരു പട്ടിയും ചോദിക്കാനില്ലാത്ത കാലം. ആ കുട്ടിയുടെ കൈ പിടിച്ചപ്പോൾ നാടകത്തിൽ ആ രംഗം കണ്ടുകൊണ്ടിരിക്കെ ഈ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ നാടകം മറന്നുപോയി. ഇത് ജീവിതമാണോ എന്നൊരു തോന്നൽ, നാടകം മറന്ന് ജീവിതമാണെന്ന് തോന്നൽ വന്നു. മുന്നിലിരുന്ന് നാടകം കാണുന്ന കുട്ടി ഹസൻ എന്ന് പറയുന്ന ഒരു കാഴ്ചക്കാരന്, അയാൾ നാടകം മറന്ന അയാൾ പെട്ടെന്ന് അരയിൽ നിന്ന് കട്ടാരിക്കത്തി ഊരിയെടുത്ത് അരങ്ങിലേക്ക് എറിഞ്ഞു കൊടുത്തു, പറഞ്ഞു, കുത്തി കൊടലടിക്കടി പന്നിയുടെ. ഈ രീതിയിലേക്ക് നാടകം വളർന്നു വന്നു. സാമൂഹ്യ മാറ്റത്തിൻ്റെ കുന്തമുനയായി നാടകം വന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങൾ നിങ്ങൾ ഇത്രയേറെ പരിഷ്കരണം വരുത്തിയ അരങ്ങിലും കൃതിപാഠത്തിലും രംഗപാഠത്തിലും ഇത്രമാത്രം മാറ്റം വരുത്തിയ ഒരു നാടകൃത്ത് മലയാളത്തിലില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു നാടകത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്, സമയം കൂടിപ്പോയി. ഒറ്റ കാര്യം, ഒരു നാടകത്തിൽ മുത്തശ്ശൻ മരിച്ചെങ്കിൽ മാത്രമേ സ്വത്ത് ഒതി വെക്കാൻ പറ്റൂ. കാരണം മുത്തശ്ശൻ ആണ് ഒരുപാട് തലമുറ ഇങ്ങനെ കിടക്കുന്നു. ഇയാൾ മരിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും സ്വത്ത് കിട്ടിയിട്ട് പിരിഞ്ഞു പോകാൻ പറ്റൂ. പക്ഷേ മുത്തച്ഛന് മരണമില്ല. ഒരു കാരണവശാലും ഇയാൾ മരിക്കില്ല. ഇയാൾ മരിക്കണമെങ്കിൽ സോഷ്യലിസം കാണണം. എല്ലാവരും സ്ഥിതി സമത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് മരണമുള്ളൂ. അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടി ചില മരുമക്കൾ എന്ത് ചെയ്യും, വിഷം കൊടുത്ത് നോക്കും. വിഷം കുടിച്ചാൽ ചാവൂല. എടുത്ത് റെയിലും കൊണ്ടിടും. വണ്ടി കടന്നു പോകുന്നല്ലാണ്ട് ചാവൂല. വെള്ളത്തിൽ കൊണ്ടിട്ടാൽ പൊങ്ങി നിൽക്കും, മരിക്കില്ല. ഒടുക്കം ഒരു രക്ഷയില്ല, കൊല്ലാൻ വഴിയില്ല. മരിച്ചെങ്കിൽ മാത്രമേ സ്വത്ത് ഒതി വെച്ച് എല്ലാവർക്കും പിരിഞ്ഞു പോകാൻ പറ്റൂ. അങ്ങനെ ഒരു കൃത്രിമ സോഷ്യലിസം ഉണ്ടാക്കുകയാണ്. മുത്തശ്ശൻ ഇവിടെ ഇരുന്നാൽ കണ്ണെത്തും ദൂരത്ത് ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. അവിടെ കദീശയ്ക്ക് ഒരു ആടിനെ വാങ്ങിക്കൊടുത്തു, നാരായണൻ നായർക്ക് 2 അരി വാങ്ങിക്കൊടുത്തു, അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ഓല വെച്ച് പുരമേഞ്ഞു കൊടുത്തു, കുരുത്തോല കെട്ടി ഭയങ്കര സന്തോഷത്തോടെ ആഹ്ലാദിക്കുകയാണ്. പരമാനന്ദ സോഷ്യലിസം വന്നു. മുത്തശ്ശ ഇതാ സ്ഥിതി സമത്വം വന്നു നോക്ക്. വന്ന് കസേരയിരുന്ന് നോക്കി കണ്ണെത്തും ദൂരം വരെ നോക്കുമ്പോൾ ആളുകൾ ആഹ്ലാദചിത്തരായി ജീവിക്കുന്നു. മരിക്കാലോ, 145 വയസ്സായി, ഇതുവരെ മരണം കിട്ടിയിട്ടില്ല, എന്നാൽ കിടക്കുക, പായ കൊണ്ട് കിടക്കുക, ഞാൻ കിടക്കട്ടെ. അവിടെ കിടന്നു, മരിക്കാൻ വേണ്ടി അവിടെ കിടന്നു. മരിച്ച് ഏതാണ്ട് ഇങ്ങനെ കണ്ണടഞ്ഞ് വരുമ്പോഴാണ് ഇവരെ ഒന്നും കണ്ണിൽപ്പെടാത്തൊരു ചെറുക്കൻ ഓടിക്കതച്ച് വരികയാണ് ഇപ്പുറത്തോടെ പുറകിലൂടെ. മുത്തശ്ശ എനിക്ക് വിശക്കുന്നു മുത്തശ്ശ. അപ്പോഴെങ്കിൽ എഴുന്നേറ്റ് സദസ്സിനോട് പറയുന്നു, എന്നെ ഒന്ന് കൊന്നു തരൂ, ജീവിച്ചു മതിയായി എന്ന് പറയുന്നിടത്ത് അദ്ദേഹം കർട്ടനിടുന്നു. ഈ രീതിയിൽ കാലത്തെ കാതങ്ങൾക്കപ്പുറത്തേക്ക് ചിന്ത പായിച്ച ഒരു മഹാനായ നാടകൃത്ത് ഈ കോഴിക്കോടിൻ്റെ പുത്രനാണ്. മഞ്ചേരിക്കാരനാണെങ്കിലും കോഴിക്കോടിൻ്റെ പുത്രനാണ്. സമയബന്ധിതമായി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. സാറ് എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ അനുഭവങ്ങൾ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞാൽ ഇനിയും തീരില്ല. കോഴിക്കോട് പഴയ കോഴിക്കോടല്ല. ഇപ്പോൾ ഒരു നഗരം വളർന്ന് തെക്ക് ഭാഗത്ത് അത് പുളിക്കലെത്തിക്കഴിഞ്ഞു. ഏകദേശം
വടക്ക് ഭാഗത്തേക്ക് വെങ്ങളത്തും അത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കോഴിക്കോടിൻ്റെ കേന്ദ്രം ഹൃദയം മിഠായിത്തെരു തന്നെയാണ്. പരശതം ആളുകൾ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമ്മൾ രാത്രിയുടെ അന്ത്യയാമം വരെയും ആളുകൾ കൊണ്ട് സജീവമായ ഒരു പ്രദേശം. എങ്ങനെയാണ് ഒരു ജനതയെ, കോഴിക്കോടിനെ വാർത്തെടുത്തത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെ നിർണായകമായ സ്വാധീനം ചെലുത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറു ചർച്ചയാണ് നമ്മൾ 1 മണിക്കൂർ നേരം കൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. ചർച്ചകൾ വളരെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന നഗരത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു വിത്താണ് ഇവിടെ പാകിയിട്ടുള്ളത്. നമ്മുടെ അതുമായി ബന്ധപ്പെട്ട അനുഭവക്കുറിപ്പുകളും ഓർമ്മകളും ഒക്കെ ധാരാളം ലഭ്യമാണ്. അവ വായിച്ചുകൊണ്ട് നിങ്ങൾ പൂരിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ, ഇത് സമയം 4 മണിയാണ് നമ്മളുടെ പ്രോഗ്രാം അവസാനിക്കേണ്ടത്. മറ്റൊരു പരിപാടിക്കായിട്ട് നമ്മൾക്ക് അരങ്ങ് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. എങ്കിലും ചോദ്യമുണ്ട് അല്ലേ? മിഠായിത്തെരുവിനെ പറ്റി പറഞ്ഞപ്പോൾ സാറ് പിന്നെ നാടകത്തിലേക്ക് കുറച്ചങ്ങ് പോയി. നല്ല കാര്യം, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. മിഠായിത്തെരുവ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്, ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നത്. പക്ഷെ ഞാൻ വല്ലപ്പോഴൊക്കെ ടൗണിൽ പോകുന്ന മിഠായിത്തെരുവ് പോകുമ്പോൾ എന്തൊന്നും അറിയില്ല. സാറ് പറഞ്ഞ പോലെ കുറേ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് വളരെയധികം ടെൻഷനുള്ള സമയത്ത് ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയത് മിഠായിത്തെരുവിലേക്ക്. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ മാത്രം എന്ന വല്ലാത്ത ഒരവസ്ഥ മിഠായിത്തെരുവിൽ നിന്ന് അനുഭവപ്പെട്ടു. അത് ലോകത്ത് എവിടെ പോയാലും എനിക്ക് കിട്ടും തോന്നുന്നില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അതൊരു വല്ലാത്ത അനുഭവം. പിന്നെ ഒരു സെക്യൂരിറ്റിക്കാരനെ മാത്രമേ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായി പറയുകയാണെന്ന് വെച്ചാൽ ജോലിയിൽ എനിക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലത കിട്ടുകയും ചെയ്തു. കാരണം അത്രയും സജീവമായ മിഠായിത്തെരുവിൽ ഞാൻ ഏകാന്തനായി നിൽക്കാൻ എനിക്കൊരു അവസരം കിട്ടി. എൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊരു തമാശ തോന്നിയത്, എൻ്റെ ഒരു സഹപ്രവർത്തക തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ PSC എഴുതി ജോലി കയറി. അപ്പോൾ ഇവിടുന്ന് PSC എഴുതി ജോലി കയറിയ 10-14 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ, മകളെ നീ എന്തിനു ഈ പിടിത്തരം ചെയ്തു, എനിക്ക് തൊട്ടടുത്ത ജില്ലയിൽ എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ മിഠായിത്തെരുവ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. അപ്പോൾ മിഠായിത്തെരുവ് നമ്മൾ കാണാത്ത എന്തൊക്കെയോ ആരൊക്കെയോ കാണുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത ഈ ചർച്ചയിലൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി. മിഠായിത്തെരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് സെലുരാജിൻ്റെ മിഠായിത്തെരുവ് എന്നുള്ള പുസ്തകമാണ്. കഥാകൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള BR സുധീഷ് മിഠായിത്തെരുവ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഈ 2 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായും പുസ്തകമായി ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണമായോ നിരൂപണമായോ അന്വേഷണമായോ വന്നിട്ടുള്ള ഗ്രന്ഥങ്ങൾ. പിന്നെ പലരും ലേഖനം എഴുതിയിട്ടുണ്ട്. MGS നാരായണൻ, M ഗംഗാധരൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പഠനാർഹമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി ഈ അടുത്ത കാലത്ത് PhD ചെയ്തത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്ത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത് ബിഗ് ബസാറുകളെ കുറിച്ചുള്ളതാണ്. അതിൽ കോഴിക്കോട് മലബാറിലുള്ള 3 ബിഗ് ബസാറുകൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ്. അതിൽ കോഴിക്കോട് ബിഗ് ബസാറാണ് അതിൻ്റെ ജിയോഗ്രഫിക്കൽ, അതിൻ്റെ കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയും അന്വേഷണത്തിൽ മിഠായിത്തെരുവ് വന്നിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, കോഴിക്കോടിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി സശ്രദ്ധം പങ്കെടുക്കുകയും വീക്ഷിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത പരിപാടിക്കായി ഈ വേദി ഒഴിഞ്ഞുകൊടുക്കും.